കഥാപ്രസംഗത്തിൻ്റെ നാടുകൂടിയാണ് കൊല്ലം. കഥാപ്രസംഗത്തിൻ്റെ ഈറ്റില്ലമാണ് കൊല്ലം. വി സാംബശിവൻ്റെ നാട്ടിൽ ഇപ്പോൾ കഥാപ്രസംഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി തിരുവനന്തപുരം പട്ടം സെയിൻറ്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നത്. കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും എൻ്റെ വന്ദനം. കഥാപ്രസംഗ കലയുടെ കുലപതിയായ ശ്രീ സാംബശിവൻ സാറിൻ്റെ മണ്ണിൽ നിന്ന് കഥ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥാപ്രസംഗം ആരംഭിക്കട്ടെ. നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും മാറ്റു കുറയാത്ത ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിൽ നിന്നും സ്ത്രീത്വത്തിന്റെ മൂർത്തിഭാവത്തെ ഞാൻ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നു. കണ്ണകി. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ഞാൻ അക്കാടുന്ന ചോളനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ചോളനാട്ടിലെ കാവേരി പട്ടണം, മഹാപ്രഭുക്കളുടെ മഹാനഗരം. ആ പട്ടണത്തിലെ വണിക് ശ്രേഷ്ഠനാണ് കോവലൻ. ആ യുവാവ് മഹാധനികൻ മാത്രമല്ല, ദേവരൂപനാണവൻ, കാമകോമളൻ, തേരിറങ്ങി വന്നൊരിന്ദ്ര തുല്യനാണവൻ. ഏവരും പുകഴ്ന്നു പാടുമാവണീശ്വരൻ, സർവസദ്ഗുണങ്ങളും നിറഞ്ഞ കോവലൻ. അതെ, സർവസൗഭാഗ്യങ്ങളും നിറഞ്ഞ കോവലന്റെ പ്രിയ പത്നിയാണ് കണ്ണകി. സുന്ദരിയും സുശീലയുമായ അവളെ ആണ്ടവൻ കോവിലിൽ വെച്ച ആദ്യമായി കണ്ടുമുട്ടി അസുലഭ നിമിഷം അവൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കും. കനകമയം തഴുകി വരും കരിമിഴിയാളേ, മമ ഹൃദയം തവ സദനം മൊഴിയാളേ. കണ്ണകി, ഉന്നെ கிடைச்சதா என் மகாபாகியம். നീ ഇല്ലാமல் എനിക്ക് വാഴവേ ഇല്ലേ. അത് കേൾക്കെ അവളുടെ കവിൾ നാണം കൊണ്ട് തുടുത്തുപോയി. ആഹ്ലാദകരമായതിന്റെ രാത്രികൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആയിടെ അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കൊടികൾ, തോരണങ്ങളും കമാനങ്ങളുമായി തെരുവും തേരോട്ടവും ഉണർന്നു. എല്ലാത്തിനും മുൻപന്തിയിൽ കോവലൻ തന്നെ തെരക്കൂത്ത ആരംഭിക്കുകയായി. നാഞ്ചിനാട്ടിലെ പേര് കേട്ട അഴക റാണി മാധവിയാണ് നർത്തകി. ദീപങ്ങൾ തെളിഞ്ഞു, നൃത്തവേദി ഉണർന്നു. മിന്നൽ കൊടി പോലെ ചടുല താളമേളങ്ങളിൽ മതിമറന്നാടുന്ന മാധവി ഒരു സ്വർഗ റാണിയായി മാറി. ആനന്ദലഹരിയിൽ അകം നിറഞ്ഞാടുന്ന ആയിരങ്ങൾ. നൃത്തം അവസാനിച്ചു. കരഘോഷങ്ങൾക്ക് മുമ്പിൽ കൈ തൊഴുതുകൊണ്ട് നർത്തകി അണിയറയിലേക്ക് മടങ്ങി. മായികമായ ഏതോ വിഭ്രാന്തിയിൽ മതിമറന്നു നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായുന്നു. അവിടെ സ്വപ്നം വിടരുന്ന കടമിഴികളോടെ പുഞ്ചിരിയാമെന്നു മാധവി. ഞൊടിയിടയിൽ കോവലൻ തന്റെ രത്നഹാരം ഊരിയെടുത്ത അവൾക്കു നേരെ നീട്ടി. മണിക്കിലുങ്ങുമട്ടിൽ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ കൈ നീട്ടി. ആ കൈകൾ ക്ഷണനേരം പുണർന്നിരുന്നു. പ്രിയരെ, കോവലന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അന്നു മുതൽ അവൻ ആളാകെ മാറി. വീട്ടിലെത്തുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. അവന് കണ്ണകയെ കാണുന്നത് പോലും ചതുർത്ഥിയാണെന്ന്. മദ്യപ്പിച്ച് വന്ന് ബഹളം കൂട്ടുന്ന കോവലന്റെ കാൽ പിടിച്ച് കണ്ണീരോടെ അവൾ ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അങ്ങെന്തിനിങ്ങനെ നശിക്കുന്നു? മാറി നിലടി പിണമേ. മടുത്തു പോ പുറത്തു പ്രേതമേ, മാധവീനിക്ക് സ്വർഗരാജ്യമാണു കാമിനി. ആ മനോഹരങ്കി വന്ന ചുറ്റുവട്ടമെത്തുവാൻ 7 ജന്മമെങ്കിലും ജനിക്കണം നീയോർക്കണം. ചവിട്ടേറ്റ വേദനയിലും ആ പാവം ധർമ്മപത്നി കണവന് വേണ്ടി പ്രാർത്ഥിച്ചു. കടവുളെ കാപ്പാത്തുക, എൻ കണവനെ കാപ്പാത്തുക.
ചവിട്ടിക്കുടഞ്ഞെറിയുമ്പോഴും ആ കാലിൽ കെട്ടിപ്പിടിച്ച പ്രിയതമന് സദ്ബുദ്ധി ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്ന സ്ത്രീരത്നങ്ങൾ ഭാരതത്തിന്റെ മാത്രം പാരമ്പര്യമാണ്. അത് മദാമ്മമാര് പരിഹസിക്കുന്നത് പോലെ അവർ അബലകളോ അടിമകളോ ആയതുകൊണ്ടല്ല, മറിച്ച് കുടുംബ നന്മയുടെ കുലമഹിമയുടെ ദേവീ രൂപങ്ങളായതുകൊണ്ടാണ്. കണ്ണകിയുടെ കണ്ണീരിൽ തീർന്ന നാളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കോവലൻ തിരിച്ചു വന്നില്ല. അതാ കാഞ്ചീപുരത്തെ മട്ടുപ്പാവിൽ മാധവി കോവലനെ മയക്കിയെടുക്കുകയാണ്. ആടിയും പാടിയും പ്രണയപൂവാടിയിൽ ഇരു കോകിലങ്ങൾ പോലെ രമിച്ചു വാഴും. പാടി മറന്നവൻ സർവസമ്പത്തും നൽകി പ്രേമധാമത്തെ തന്നെ സ്വന്തമാക്കിയിടാൻ വെമ്പി. മാധവിയുടെ മായാവലയത്തിൽ അകപ്പെട്ട കോവലൻ അവൾ ആഗ്രഹിച്ചതെന്തും ആ കാൽ കീഴിൽ സമർപ്പിച്ചു. ആ നൃത്തക്കാരിയുടെ കടക്കണ്ണിൻ കോണിൻ ഒരു കളിപ്പാവയെ പോലെ അവൻ കുരുങ്ങിക്കിടന്നു. പിന്നല്ലേ സരസസുന്ദരിയായ ഒരു പെണ്ണ് കാരണം എത്ര മഹാമേരുക്കളാണ് നിലം പതിച്ചത്. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാധവിയുടെ മട്ടുമാറി. ഒടുവിൽ കോവലന്റെ മുഖത്ത് നോക്കി അവൾ അട്ടഹസിച്ചു. കണ്ട മദ്യപന്മാർക്ക് കയറിറങ്ങാനുള്ള സാത്രമല്ലത്, കടന്നുപോ. മാധവി, ഇത് നീ തന്നെയാണോ? അതെ, ആള് മാറിയിട്ടില്ല. എന്റെ വീഴ്ച നോക്കണത് കടക്ക് പുറത്ത് കാൽക്കാശിന് കൊള്ളാത്തവൻ. അവൾ വാതിൽ കൊട്ടിയടച്ചു. സർവസമ്പാദ്യവും നഷ്ടപ്പെട്ട ആ ഹതഭാഗ്യൻ കുറ്റബോധത്താൽ നീറുന്ന മനസ്സുമായി കാട്ടിലൂടെ നടന്നു. നെഞ്ചുമായി ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ വിതുമ്പുന്നു പാവം. ഇനി ഏതു പാത ഇരുളാണ്ട വഴികൾ താരവുമില്ല. ഇനി ഏതു പാത ഇരുളാണ്ട വഴികൾ ഒരു കുഞ്ഞു താരവുമില്ല. ആ പാതിരാവനും കൊളുത്തി വെച്ച കൽവിളക്കിന് മുൻപിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വീത്തുമ്പുകയായിരുന്നു കണ്ണകി. പെട്ടെന്ന് പുറത്തൊരു കാലൊച്ച. യാരത്? അവൾ കരുതി വെച്ച കൊടുവാൾ കയ്യിൽ എടുത്തില്ല. അന്നതിൻ്റെ ആവശ്യവുമില്ല. കാരണം അന്നത്തെ സമൂഹം ഇന്നത്തെ പോലെ പൈശാചികമായിരുന്നില്ല. ഇന്നാണെങ്കിലോ 90 കഴിഞ്ഞ വൃദ്ധകൾക്ക് പോലും രക്ഷയില്ല. യാരത്? കണ്ണകി ജനൽ പഴുതോട് നോക്കുമ്പോൾ കടവുളെ, കോവലൻ! അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്ന ആ കാൽ തൊട്ട് ബന്ധിച്ചു. വാങ്ക, ഉള്ള വാങ്ക. കണ്ണകി, കാരുണ്യം അർഹിക്കാത്ത മഹാപാപിയാണ് ഞാൻ. എനിക്ക് മാപ്പ് തരൂ. അങ്ങനെ പറയരുത്. തെറ്റുപറ്റുക മനുഷ്യ സഹജമല്ലേ? എന്തായാലും അങ്ങ് എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. അത് മതി, അത് മാത്രം മതി. ആ കുലധർമ്മപത്നിയുടെ സ്നേഹത്തിന്റെ ശീതള ഛായയിൽ കോവലന്റെ മനസ്സിലെ തീയണഞ്ഞു. കണ്ണകി, ജീവിക്കാൻ നമുക്കിനി എന്താണ് മാർഗം? വഴിയുണ്ട്. അവൾ പെട്ടി തുറന്ന പട്ടുപൊതി കയ്യിലെടുത്തു. നോക്കൂ. മംഗല്യനാളിലും താതനീച്ച പൊഞ്ചിലമ്പാണിതു വാങ്ങൂ. പാരില മൂല്യമാം രത്നജാലങ്ങൾ തൻ മഞ്ചിരസിംസിതം കേൾക്കു നിങ്ങൾ. മഞ്ചിരസിംസിതം കേൾക്കു നിങ്ങൾ. അങ്ങ് എന്തിനു വിഷമിക്കുന്നു? എനിക്ക് അച്ഛൻ തന്ന ഈ പൊൻചിലമ്പുകളിൽ ഒരെണ്ണം വിറ്റാൽ നമുക്കേറെക്കാലം സുഖമായി ജീവിക്കാം. മുടങ്ങിപ്പോയ വാണിഭം വീണ്ടും ആരംഭിക്കുകയും ചെയ്യാം. ആ മഹാസ്നേഹത്തിന് മുൻപിൽ കോവലന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നാരീസ്കർമ്മം പുരുഷസ്യ ഭാഗ്യം എന്ന മഹത് വചനം കോവലൻ അനുഭവിച്ചറിയുകയായിരുന്നു. പിറ്റേന്ന് തന്നെ ചിലമ്പ് വിൽക്കാൻ കോവലൻ മധുരയിലേക്ക് പുറപ്പെട്ടു. പാണ്ഡ്യനാട്ടിലെ പേരുകേട്ട രത്നവ്യാപാരി നഗരവിരപ്പിരും തട്ടാന്റെ കടയിലെത്തി. കൂട്ടവയറും കുറുക്കൻ കണ്ണുമുള്ള തട്ടാൻ ചിലമ്പ് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. കറങ്ങു കറങ്ങു കൊഞ്ചോ കറങ്ങു, ഇതാ വന്നിട്ട്. തട്ടാൻ ചിലമ്പുമായി പുറത്തേക്ക് പോയി. ആരെയൊക്കെയോ വിളിച്ചു കൂട്ടി, എന്തൊക്കെയോ സംസാരിച്ചു. ഏറെ കഴിഞ്ഞില്ല, ഒരു കുതിരവണ്ടി പാഞ്ഞു വന്ന് കടയുടെ മുൻപിൽ നിന്നു. ചാടി ഇറങ്ങി രാജഭടന്മാർ കോവലന്റെ വണ്ടിയിലേക്ക് വലിച്ചിഴച്ചു. തമ്പുരാട്ടിയുടെ ചിലമ്പ് കെട്ട പെരും കള്ള കയറിട വണ്ടിയിലേക്ക്
തട്ടേക്ക്. തട്ടാൻ കുടവര കുലുക്കി ചിരിച്ചു. താൻ തട്ടിയെടുത്ത പുരാട്ടിയുടെ ചെലമ്പ് പോലെ ഒരെണ്ണം തന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടതാ. മഹാഭാഗ്യം. കള്ളനെ പിടിച്ചു കൊടുത്തുള്ള സമ്മാനം വേറെയും. ആണ്ടവാ. ആ വാർത്ത കാട്ടുതീയായി. തമ്പുരാട്ടിയുടെ ചിലമ്പ് കെട്ട കള്ളനെ കാണാൻ ജനം കൊട്ടാരത്തിലേക്ക് ഓടി. ചിലമ്പ് ഉയർത്തിപ്പിടിച്ച പാണ്ഡവൻ ആജ്ഞാപിച്ചു, തലവെട്ടിയരിവിൻ തെരുവിലെ കള്ളനെ ഇനിമേൽ ഇതുപോൽ കവർച്ചയുണ്ടാകല. ഇത് പാഠം, ഈ പാഠമന്നത്തെ ശാസനം. കരുതി മറുവീടണം മധുരയ്ക്കു മാതൃക. ഒരക്ഷരം മിണ്ടാനോ ഒന്നുറക്ക കരയാനോ കഴിയുന്നതിന് മുൻപ് കോവലന്റെ തല തെറിച്ചു വീണു. ചുടരക്തം ചീച്ചയൊഴുകി. ഈ വാർത്ത കേട്ട് നടുങ്ങിയ കണ്ണകി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ തീ പാർന്ന കണ്ണുകളോടെ കൊട്ടാരത്തിലേക്ക് ഓടി. പ്രിയതമന്റെ ചുടു ചോര കൊണ്ട് തൊടുകുറ ചാർത്തി. മന്നനെ തുറച്ചു നോക്കിക്കൊണ്ട് അലറി, അധികാരമത്തനായി അലറുന്ന മന്നവ, അപരാധിയോ എന്റെ കാന്തൻ. തലവെട്ടി നീ പെയ്ത രുധിരമേ സാക്ഷി, അറിയാത്ത പൊരുൾ അറിഞ്ഞോളൂ, അറിയാത്ത പൊരുൾ അറിഞ്ഞോളൂ. എന്ത് ധിക്കാരം പോലും വന്നു. നമ്മുടെ പ്രേതമേട ചെലമ്പ് കേട്ട നിന്റെ ഭർത്താവ് അപരാധിയല്ലതോ? ഹേ മന്നവ, നേരഞ്ഞു കൊടുത്ത നിങ്ങൾക്ക് നേരെ ഞാൻ കാട്ടിത്തരാം. നോക്കൂ, നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിന്റെ ജോഡിയാണിത്. പറയൂ, തമ്പുരാട്ടിയുടെ ചിലമ്പിനകത്ത് മുത്തോ രത്നമോ? മുത്ത്, മുന്നായ മുത്ത് നിറച്ച ചിലമ്പാണത്. എങ്കിൽ കണ്ടുകൊള്ളൂ, ഈ ചിലമ്പിനകത്ത് രത്നങ്ങളാണ്, അമൂല്യ രത്നങ്ങൾ. അവൾ ആ ചിലമ്പ് സഭാമണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് പൊട്ടി, രത്നങ്ങൾ ചിന്നിച്ചെതറി. തമ്പുരാൻ നടുങ്ങി, കാണികൾ കിടിലം കൊണ്ടു. ഒരു നിമിഷം പ്രതികാര ദുർഗയായി മാറിയ കണ്ണകി ഭീകരമേർച്ചയോടെ തന്റെ വലതു മുല പറിച്ചെറിഞ്ഞുകൊണ്ടലറി, ഹേ ധർമ്മം പിഴച്ച മന്നവ, നീയും നിന്റെ സർവസ്വവും വെന്ത് ചാമ്പലാകട്ടെ. കണ്ണകി തളർന്നു വീണു. കൊടുങ്കാറ്റുണർന്നു. കാറ്റിനുടനീളം അഗ്നിജ്വാലകൾ പടർന്നു. പാണ്ഡവനും കൊട്ടാരവും മധുരാപുരിയും വെന്ത് ചാമ്പലായി. പ്രിയരെ, ധർമ്മം പിഴച്ച ഭരണാധികാരികൾക്ക് ആ ധർമ്മം തന്നെ അന്തകനാകും. ധർമ്മം നടത്തേണ്ട ഭരണാധികാരികളുടെ തെറ്റായ തീരുമാനങ്ങൾ മൂലം നൂറ്റാണ്ടുകളായി നമുക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്ന കണ്ണകിമാർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യനെ വിശക്കുമ്പോൾ ആരോ പാരുത് ചാമ്പലാക്കുവാൻ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. മണ്ണിൽ ശാന്തിയും സമാധാനവും സ്നേഹവും ആഗ്രഹിക്കുന്ന മനുഷ്യന് മുകളിൽ ആയുധപ്പുര തീർത്തുകൊണ്ട് ആയുധ പന്തയം നടത്തുന്ന സാമ്രാജ്യ ശക്തികളുടെ മുന്നിലേക്ക് ഞാൻ എൻ്റെ കണ്ണകിയെ സമർപ്പിക്കുന്നു. ആയുധമല, യുദ്ധമല, സ്നേഹമാണ് വലുത്. സ്നേഹം, സ്നേഹം മാത്രം. നന്ദി, നമസ്കാരം.